ശംഷാദ് മരക്കാർ ഒരു ഫാമിലി പാക്കേജ് ആക്കി പുനരധിവാസം നടപ്പാക്കണമെന്നാണ് പ്രതിപക്ഷം തന്നെ ആ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ പറയുന്നു വളരെ കൃത്യമായിട്ട് രീതിയിലുള്ള ഒരു പുനരധിവാസത്തിലേക്ക് കടക്കുന്നു. അത് ഈ പറയുന്ന പോലെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതുണ്ട്, അതിലൊരു ടൗൺഷിപ്പ് ഉണ്ട്, സ്കൂളുകളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഈ ഓരോ കുടുംബത്തെയും ഓരോന്നായി കണക്കാക്കുമ്പോൾ പലരും ഈ തൊഴിലെടുക്കാവുന്ന സാഹചര്യത്തിലാണോ, ആണെങ്കിൽ അത് എന്ത് തൊഴിലെടുക്കാം, അതിനുള്ളൊരു പ്രായമുണ്ടോ, അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. തൊഴിൽ കൊടുക്കുക അത് തന്നെ ഒരു പ്രയോറിറ്റിയായി നിന്നുകൊണ്ട് അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജ് വേണം സർക്കാരും വിഭാവനം ചെയ്യാൻ. അങ്ങനെ കരുതുന്നില്ലേ ജില്ലാ ഭരണകൂടം? ആദ്യം തന്നെ ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വീടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എളുപ്പമാണ്. കാരണം നമുക്കിപ്പോൾ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നത് പോലെ ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളതൊന്നുമല്ല ഇവിടെ റീഹാബിലിറ്റേഷൻ ഒരു 3 സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങളത് പുത്തുമലയുടെ അനുഭവത്തിലാണ് പറയുന്നത്. ഒന്ന്, ഈ അഫക്റ്റഡായ ആളുകൾ മുഴുവൻ ഇപ്പോൾ ഉള്ളത് ക്യാമ്പുകളിലും ആശുപത്രിയിലുമാണ്. ഈ ആശുപത്രി വാസം അവസാനിപ്പിക്കുകയും ക്യാമ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണം. കാരണം 1000-1200 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ ആദ്യത്തെ റീഹാബിലിറ്റേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇവരെ എവിടെയാണ് താൽക്കാലികമായി റെൻറ്റഡ് ഹൗസിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരും. ആ റെൻറ്റഡ് ഹൗസിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്ക് കുറേ ഫേസ് ചെയ്യാനുണ്ട് ഇഷ്യൂസ്. കാരണം അവർക്ക് പലർക്കും വരുമാനമുള്ള ആളുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അമ്മമാർ മാത്രമായ കുടുംബമുണ്ട്, മക്കൾ മാത്രമായ കുടുംബമുണ്ട്, അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ വരുമാനം തരുന്ന മകൻ നഷ്ടപ്പെട്ട കുടുംബമുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായി വാടക നമ്മൾ പേ ചെയ്ത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ പേ ചെയ്ത് ആ 2 വർഷത്തേക്കുള്ള ആ വാടക വീട്ടിൽ താമസിക്കേണ്ട മുഴുവൻ ഫർണിച്ചറും സൗകര്യങ്ങളും ഒരുക്കി ആദ്യം വാടക വീട്ടിലേക്ക് അവരെ മാറ്റണം. അവരുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. അതിനോടൊപ്പം കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് കൂടി ആലോചിക്കും. അത് 1ാം ഘട്ടമാണ്. 2ാം ഘട്ടം നേരത്തെ നിങ്ങളെല്ലാവരും ചർച്ച ചെയ്ത വീട് വെക്കുന്നതും ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. 2ാം ഘട്ടത്തിൽ അവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത്. പരമാവധി അവർക്ക് എത്ര പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുമോ അത്തരം ഇടങ്ങളിൽ, ഒരു സ്ഥലത്ത് തന്നെ ഇത് പറ്റുമെന്നുള്ള അവകാശമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 1, 2, 3 സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വില്ലേജുകൾ ഉണ്ടാക്കേണ്ടി വരും. അവിടെ അവർക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കുക എന്നുള്ളത്. ആ വീടുകൾ തന്നെ ഒരു കോമൺ ഡിസൈൻ ആക്കി പുത്തുമല പോലെ അബദ്ധമുണ്ടാക്കാതെ നോക്കുകയും കസ്റ്റമൈസ് ചെയ്തിട്ട് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് വീടുകളാക്കുകയും അവർക്ക് അത്യാവശ്യം വലിയ സ്ഥലം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 15 സെന്റ് സ്ഥലമെങ്കിലും അവർക്കുണ്ട്. അപ്പോൾ പുത്തുമലയിൽ കൊടുത്തവർക്ക് 7 സെന്റൊക്കെയാണ് കൊടുത്തത്. പക്ഷെ അവിടെ അവർക്ക് ഒരു വേസ്റ്റ് കുഴി കുത്താൻ പോലുള്ള സൗകര്യമില്ലാത്ത പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട്. ആ വീടിൻ്റെ പാറ്റേൺ ശരിയല്ലാത്തതുകൊണ്ട് ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കൊരു പാഠമാണ്, നമുക്ക് ഉൾക്കൊണ്ട് തിരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ടോട്ടൽ DPRും ടോട്ടൽ എസ്റ്റിമേറ്റും ഉണ്ടാവുകയും അതിനാദ്യം എസ്റ്റിമേറ്റിനോടൊപ്പം തന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. ഒരു കൃത്യസമയത്ത് ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുകയും ഇവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന 2ാം ഘട്ടമാണ്. 3ാം ഘട്ടം എന്ന് പറയുന്നതിലാണ് നേരത്തെ പറഞ്ഞ ഇവരെ വീടുകളിലേക്ക് മാറുമ്പോൾ ഇവരുടെ വരുമാനം എന്താണ്. അപ്പോൾ ആ പ്രദേശത്തെ ഭൂരിപക്ഷ ആളുകളുടെ വരുമാനം തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ഹാരിസൺ മലയാളം പോലെയുള്ള ആളുകളുടെ ഇടപെടൽ ഉണ്ടാവേണ്ടത്. അവർ തൊഴിൽ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതിനോടൊപ്പം ഓട്ടോറിക്ഷയും മറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന കുറേ ആളുകളുണ്ട്, ചെറിയ കടകൾ നടത്തി ജീവിച്ച ആളുകളുണ്ട്. അവരുടെയൊക്കെ വരുമാനം നിലച്ചിരിക്കുകയാണ്. അവരെ നമ്മളൊരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ഫാമിലിയുടെ ഇൻകം എന്തായിരുന്നു എന്നും അതെങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കുകയും അവർക്ക് നമ്മൾ കുടുംബശ്രീ മുഖേനയോ ബാങ്ക് വഴിയോ പലിശരഹിത വായ്പയൊക്കെ കൊടുത്ത് അവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഈ 3 ഘട്ടമുണ്ട്. പക്ഷെ ഇതൊരു പറഞ്ഞു പോകുമ്പോൾ എളുപ്പമാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു വിഷയം നേരത്തെ പുത്തുമല മുന്നിൽ നിൽക്കുന്നു. ഇത്രയും കുറച്ച് ആൾക്കാരുണ്ടായിട്ട് പോലും പുത്തുമലയിൽ എന്താണ് സംഭവിച്ചത്, പുത്തുമലയുടെ പുനരധിവാസ പദ്ധതി എന്താണ് സംഭവിച്ചത് താങ്കൾക്കും അറിയാം. ഞങ്ങളും അവിടെ പോയി അത് കണ്ടതാണ്. അപ്പോൾ ഈ 420ഓളം കുടുംബങ്ങൾ എന്നാണ് പറയുന്നത്. 420ഓളം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ അതായത് ഇതെല്ലാം ഈ പറയുന്ന പോലെ കസ്റ്റമൈസ്ഡ് റീഹാബിലിറ്റൈസേഷൻ അങ്ങനെ ഒരു പാക്കേജ് കൊണ്ടുവരിക, അത് എത്രത്തോളം പ്രായോഗികമാകും? നമ്മുടെ സംസ്ഥാനത്ത് എത്രത്തോളം പ്രായോഗികമാകും? അത് പ്രായോഗികമാകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞൊരു കാര്യം, ഈ ഒരു പാക്കേജ് വയനാട്ടിലെ ഈ പുനരധിവാസം നിർത്താൻ ഒരു നേരത്തെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് കാണാത്തതുകൊണ്ടാണ് പേര് പറയാത്തത്. ഒരു IAS ഓഫീസർക്ക് വയനാട്ടിനെ അറിയുന്ന ഒരാൾ ഇതിൻ്റെ നോഡൽ ഓഫീസറായി നിയമിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിക്കപ്പെടുകയും ചെയ്യണം. കസ്റ്റമൈസ്ഡ് നടക്കും. ഞാൻ അവരുടെ അത് പറഞ്ഞതിൻ്റെ കാര്യം
4 ഫാമിലി മെമ്പേഴ്സ് ഉള്ള കുടുംബത്തിന് 2 ബെഡ്റൂം കിട്ടുകയും 2 ഫാമിലി മെമ്പേഴ്സ് ഉള്ളവർക്ക് 2 ബെഡ്റൂം കിട്ടുകയും ചെയ്യും. അത് അവർക്ക് അവിടെ അത് കൺവിൻസ്ഡ് അല്ല. അവരത് നിവൃത്തികേട് കൊണ്ട് അത് നമ്മൾ ചിലപ്പോൾ ആ വീട് എടുക്കുമായിരിക്കും. പക്ഷെ അവർക്ക് അവിടെ പിന്നീട് വല്ലാത്ത പ്രതിസന്ധി. അപ്പോൾ പുത്തുമലയിൽ നിങ്ങൾക്കറിയാം വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെരിച്ചിട്ടാണ് വാർത്തത്. അപ്പോൾ അംഗം കൂടിയത് കൊണ്ട് ഒരു രണ്ടാമതൊരു നില പണിയാൻ അവർക്ക് പറ്റില്ല. നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് പകരം നല്ല കസ്റ്റമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ആളുകളുടെ എണ്ണമാണ്. ആ എണ്ണം എടുക്കണം, അതിനനുസരിച്ചുള്ള വീട്. അത് വലിയ വീടൊന്നും വേണ്ടി വരില്ല, കാരണം നമ്മൾ നോർമൽ വീടുകൾ തന്നെ മതി. അതിന് നമുക്ക് ഒരുപാട് സ്പോൺസർമാർ നമുക്കുണ്ട്. ആ സ്പോൺസർമാർ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാം. സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ മേപ്പാടിയിൽ അവർക്ക് ഏറ്റവും ഫീസിബിളായ സ്ഥലം നമുക്ക് നോക്കണം. അതിൽ ഒരു പ്രശ്നം, ഇനി ഇതുപോലെയുള്ള കലാമിറ്റീസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് എത്തുക. ഇനി സ്ഥലവും സർക്കാരിൻ്റെ കൈവശമുള്ള മുട്ടിൽ പഞ്ചായത്തിലൊക്കെ സർക്കാരിൻ്റെ കൈവശമുള്ള ഒരുപാട് ലാൻഡ്സ് ഉണ്ട്. അത് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അതൊരു പ്ലാനാണ്. ഇതിനോടൊപ്പം തന്നെ പൊതു ഇടം, ഇപ്പോൾ നമ്മൾ പുത്തുമല ഡിസൈൻ ചെയ്യുമ്പോൾ വീട്, സാംസ്കാരിക നിലയം, ആശുപത്രി, അംഗൻവാടി, പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ ടോട്ടൽ പാക്കേജാണ്. വാട്ട് ഇറ്റ് ഈസ് അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നില്ല. നിങ്ങൾക്കത് അറിയാം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ പ്രഖ്യാപനമല്ല വേണ്ടത്, അത് കൃത്യമായി നടപ്പിലാക്കണം. ഇപ്പോൾ 2019 മുതൽ 2024 വരെയുള്ള സമയത്ത് ഈ പുത്തുമലയിലേക്ക് ഇപ്പം നമ്മൾ വാടകയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ചെറിയ കാര്യമാണ് പറയുമ്പോൾ. ഞാനിപ്പോൾ ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ ലേറ്റായി വന്നത് തന്നെ ഞാനൊരു ക്യാമ്പിൽ നിന്ന് വന്നതാണ്. അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞത് ഈ വാടക കൊടുക്കുന്ന കാര്യം ഒന്ന് പറയണം എല്ലാ മീറ്റിങ്ങിനും. കാരണം നമ്മൾ വാടകയ്ക്ക് ഒരു വീട്ടിലേക്ക് ഈ കുടുംബത്തെ പറഞ്ഞയച്ചു, അവരുടെ വരുമാനത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ല, അവരെങ്ങനെ വാടക കൊടുക്കുന്ന അന്വേഷിച്ചില്ല. 1-2 മാസമൊക്കെ കൊടുത്തു. പിന്നീട് ഈ വാടകക്കാരനും ഇവരും തമ്മിലുള്ള തർക്കമുണ്ടായി. ഈ തർക്കമൊക്കെ ഈ ലോക്കലി നമ്മളെപ്പോലെയുള്ള ലോക്കൽ പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് ഇടപെടേണ്ട സാഹചര്യം വരികയും അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി വലിയൊരു പണമൊക്കെ കണ്ടെത്തിയിട്ടൊക്കെയാണ് അന്ന് നമ്മൾ ആ ഒരു ക്രൈസിസിനെ അതിജീവിച്ചത്. പക്ഷെ അത് 54 എന്ന് പറയുന്ന ലിമിറ്റഡ് എണ്ണമാണ്. ഇത് 350 ഫുൾ തകർന്നു പോയ വീടുകളും 120ഓളം ഭാഗികമായി തകർന്ന വീടുകളും അതിൽ എത്ര പേർക്ക് വാടക വീട് കണ്ടെത്തണമെന്നുള്ള കണക്ക് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നമ്മൾ എടുത്തു വരികയാണ്. പക്ഷെ ഇന്നലെ ബഹുമാനപ്പെട്ട രാജേഷ് മിനിസ്റ്ററുടെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ വാടക വീട് എടുക്കുന്നതിന് മുമ്പ് ഗവൺമെന്റിന് ഉപയോഗിക്കാത്ത കെട്ടിടങ്ങളിൽ താമസിക്കാൻ, നല്ല കെട്ടിടങ്ങൾ, ക്വാർട്ടേഴ്സുകളൊക്കെ ഇവിടെയുണ്ട്, അത് നമുക്ക് ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്താൽ അത്രയും വാടക നമ്മൾ പേ ചെയ്യേണ്ട എന്നുള്ള ആ രീതിയിലൊരു കണക്ക് ഇപ്പോൾ ജില്ലയിൽ എടുക്കുന്നുണ്ട്. നമുക്കത് പരിഹരിക്കപ്പെടും. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ ചെറിയൊരു കാര്യമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഭയപ്പെടുന്നൊരു കാര്യം, ഈ ആളുകളും ഈ എല്ലാ ആളുകളും വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങും. 2-3 ദിവസം കൊണ്ട് ആളുകൾ പോയി തുടങ്ങും. അവസാനം ഈ മുണ്ടക്കൈക്കാരും ചൂരൽമലക്കാരും അതിജീവിച്ചവരും ഞങ്ങൾ കുറച്ച് വയനാട്ടുകാരും മാത്രമായിരിക്കുന്ന ഒരു സാഹചര്യം വരും. പരാതികൾ മാത്രമുള്ള, പരിഭവം മാത്രമുള്ള ഒരു കാലഘട്ടം ഞങ്ങൾ അനുഭവിച്ചതാണ് ഈ പറയുന്നത്. അത് വരും. അവിടെ ഞങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്, ഇത് ഒറ്റപ്പെടുത്തി പോകുന്ന ഈ പ്രഖ്യാപനങ്ങൾ മാത്രം ഉണ്ടാവരുത് എന്ന്. കാരണം നമുക്കത് എണ്ണം ഹ്യൂജാണ്, നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇവരെല്ലാവരും നമുക്ക് കൊണ്ടുവരണം. ഇപ്പോൾ തൊഴിലെടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വേറൊരു വാട്സപ്പിൽ എന്നെ ടാഗ് ചെയ്ത ഒരാൾ ഫേസ്ബുക്കിൽ അയച്ചൊരു മെസ്സേജ് ഉണ്ട്. അയാളുടെ കയ്യിൽ 5 പൈസയില്ല, ഒരു പണവുമില്ല. അദ്ദേഹത്തിന് ബാങ്കിലൊന്നും പൈസയില്ല. ഉണ്ടായിരുന്ന പണം വീട്ടിൽ പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് പുറത്തിറങ്ങി ചായ കുടിക്കാൻ കയ്യിൽ കാശില്ല. ഇതൊന്നും നമ്മൾ എത്തിയിട്ടില്ല അവിടെയൊന്നും. അപ്പോൾ ഒരു ആവശ്യമായി നമ്മളൊരു കുടുംബത്തിന് നമ്മളൊരു ധനസഹായമൊക്കെ പ്രഖ്യാപിച്ച് അവർക്ക് കിട്ടിയാൽ മാത്രം, അവർക്കൊക്കെ വ്യക്തിത്വം ഉണ്ടല്ലോ, അവർക്കൊന്നും ഇപ്പോൾ കയ്യിലില്ല. പക്ഷെ അവരാരോടും പറയാതെ ക്യാമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയത് സിഗരറ്റ് വാങ്ങാൻ ക്യാമ്പിൽ പറഞ്ഞാൽ കിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം ഈ അവസ്ഥ ഇപ്പോൾ അതിജീവിക്കുകയാണ്. അപ്പം നമ്മൾ എല്ലാം കൺസിഡർ ചെയ്യണം. ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ മാതൃകയായി മാറ്റണം. പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഒരു ഉദാസീനത കാണിച്ചാൽ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വലിയ തരത്തിലാണ്. അപ്പോൾ നമ്മൾ സ്കൂളുകളുണ്ട്, 2 സ്കൂൾ, മുണ്ടക്കൈ സ്കൂളും വെള്ളാർമല സ്കൂൾ, രണ്ടും ഇനി ഉപയോഗിക്കാനേ അത് പറ്റില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് നമ്മൾ സ്ഥലം കണ്ടെത്തണം, അവിടെ നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി കൊണ്ടുവരേണ്ടി വരും. അത് വേറൊരു തരത്തിലുള്ള പൊതു ഇടങ്ങൾ വേറൊരു തലത്തിൽ തന്നെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ആശുപത്രിയെക്കുറിച്ച് ചർച്ച ചെയ്യണം, സ്കൂളിനെ കുറിച്ച് ചർച്ച ചെയ്യണം, അംഗൻവാടി, അങ്ങനെ പൊതു ഇടം പോയത് വേറെ നിൽക്കുന്നു. വ്യക്തിപരമായി നഷ്ടമുണ്ടായ ആളുകളാണ്. അപ്പോൾ ഈ പാക്കേജ് ടോട്ടൽ DPR ഉണ്ടാവണം, ലാൻഡ് ഉണ്ടാവണം, DPR ഉണ്ടാവണം. DPR പുത്തുമലയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോഴും ആ DPR പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ പൂർത്തിയായില്ല. പക്ഷേ ഞാനും നിങ്ങളും ഒക്കെ മുണ്ടക്കൈക്ക് പോകുന്ന വഴിയിൽ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ വെള്ള കളറിൽ കാണുന്ന വീടാണ് പൂത്തക്കൊല്ലിയിൽ ഇപ്പോൾ പുത്തുമലക്കാർ താമസിക്കുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞ് ആ പുത്തുമല കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉണ്ടായ ചൂരൽമല.
അപ്പോൾ ഒരിക്കലും നമ്മൾ ചൂരൽമലക്കാരോടോ മുണ്ടക്കൈക്കാരോടോ പുത്തുമലയെക്കുറിച്ച് പറഞ്ഞാൽ അവരൊരിക്കലും അംഗീകരിക്കില്ല. കാരണം പുത്തുമലക്കാർ അനുഭവിച്ച എല്ലാ പ്രയാസവും മുണ്ടക്കൈക്കാർക്കും ചൂരൽമലക്കാർക്കും അറിയാം. തീർച്ചയായിട്ടും അത് വ്യക്തമാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഞാൻ തിരികെ എത്താം. അത് വളരെ വളരെ ആപ്റ്റ്